അരുൺ, കഴിഞ്ഞ ദിവസം മത്സ്യത്തൊഴിലാളികളുടെ സംഘം അവിടെ എത്തിയത് ഏറെ പ്രതീക്ഷയും ആശ്വാസവും തരുന്നൊരു വാർത്തയായിരുന്നു. അതോടൊപ്പം തന്നെ ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞത് 100 അടി താഴ്ചയിൽ പോലും അവർക്ക് ഇറങ്ങാൻ സാധിക്കും. കലക്ക വെള്ളമാണെങ്കിൽ പോലും അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനും പരിശോധന നടത്താനും അവർക്ക് സാധിക്കും. കാരണം ഇത്തരം കൂടുതൽ കാര്യങ്ങൾ മുൻപും അവർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സമാനമായ ദൗത്യത്തിൽ അവർ ഏർപ്പെട്ടിട്ടുണ്ടെന്നും കൂടി പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. അവർ ഇന്നലെ അത്തരത്തിലുള്ള ഒരു പരിശോധന തന്നെയാണ് നടന്നത്. എങ്കിൽ പോലും ഇനിയും കാലാവസ്ഥ പ്രതികൂലമായാൽ ഈ പ്രാദേശിക മുങ്ങൽ വിദഗ്ധർക്ക് താഴേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുമോ? നേവി എല്ലാ സഹായവും നൽകി കൂടെ ഉണ്ടെങ്കിൽ പോലും കാലാവസ്ഥ പ്രതികൂലമായി ഇന്ന് നിൽക്കുകയാണെങ്കിൽ ഈ വിദഗ്ധ സംഘത്തിന് താഴേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുമോ? ദേവിക, പ്രതികൂല കാലാവസ്ഥയിലും തങ്ങൾക്ക് ഇത്തരം കുത്തൊഴുക്കുള്ള പുഴയിലൊക്കെ ഇറങ്ങി രക്ഷാപ്രവർത്തനമൊക്കെ നടത്തി അനുഭവ സമ്പത്തുണ്ട് എന്നുള്ളതാണ് ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു വെല്ലുവിളി സൃഷ്ടിക്കുന്നത് അതല്ല, മറ്റൊരു കാര്യമാണ് വെല്ലുവിളി സൃഷ്ടിക്കുന്നത്. അത് ഇന്നലെ ഈശ്വർ മൽപ്പയും സംഘവും പുഴയിൽ നടത്തിയ തിരച്ചിൽ, ആ തിരച്ചിലിന് ഒടുവിൽ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞ കാര്യങ്ങൾ എന്നുള്ളത് വലിയ രീതിയിൽ ചെളി അടിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, വലിയ മരങ്ങൾ, അതിൻ്റെ ചില്ലകൾ ഒക്കെയാണ് ഇതിൻ്റെ മുകളിൽ കിടക്കുന്നത്. ഈ ഒരു ലോറിയുടെ സാന്നിധ്യമുണ്ട് എന്ന് പറയുന്നതിന് മുകളിൽ ഇത്തരത്തിൽ ചെളിയും അതുപോലെ തന്നെ മരവും ഒക്കെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെല്ലാം മാറ്റി അതിനകത്ത് ഇത്തരത്തിൽ ലോറി ഉണ്ടോ എന്ന് കണ്ടെത്തുക അല്ലെങ്കിൽ സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് ഏറെ ശ്രമകരമായ ദൗത്യം. നമുക്കറിയാം, സാധാരണ ഒരു റോഡിൽ തന്നെ മണ്ണും ചെളിയും ഒക്കെ മരവും ഒക്കെ ഒരു വാഹനത്തിന് മുകളിൽ മൂടിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റി ആ വാഹനത്തെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ JCBയും അതുപോലെ തന്നെ മണ്ണുമാന്തി യന്ത്രങ്ങൾ, ഹിറ്റാച്ചിയൊക്കെ പോലുള്ള മണ്ണുമാന്തി യന്ത്രങ്ങളുടെ ആവശ്യമുണ്ട്. പക്ഷേ ഇതാണെങ്കിൽ അത്തരത്തിൽ ഒരു ചെളിയും മണ്ണും അതുപോലെ തന്നെ ഈ മരച്ചില്ലകളൊക്കെ കിടക്കുന്നു. അതിന് മുകളിലൂടെയാണ് ഈ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ചെന്ന് ഈ ഒരു ലോറി കണ്ടെത്തുക എന്നുള്ളത് വലിയ ശ്രമകരം തന്നെയാണ്. പക്ഷേ ഇന്നും തങ്ങൾ ആ ശ്രമം നടത്തും എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടമാണെങ്കിലും സ്ഥലത്തെ MLA ആണെങ്കിലും ഈ മത്സ്യത്തൊഴിലാളികളാണെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അവരുടെ ആ രക്ഷാദൗത്യം ഇന്ന് ഏത് തരത്തിലായിരിക്കും എന്നുള്ളതാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ചെളിയും അതുപോലെ മരവും ഒക്കെ മാറ്റി അവിടെ ഈ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമോ, ആ ക്യാബിനുള്ളിൽ അർജുനുണ്ടോ എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്താൻ കഴിയുമോ, അവരുടേതായ കഴിഞ്ഞ ദിവസം ഈ മുളയൊക്കെ ഉപയോഗിച്ചുള്ള അവരുടെ തനതായ ശൈലിയിലൊക്കെയാണ് ഈ രക്ഷാദൗത്യം അവിടെ പുഴയിൽ നടത്തുന്നുണ്ടായിരുന്നത്. അത്തരത്തിൽ അവരുടേതായ ഏതെങ്കിലും പുതിയ ശൈലിയിൽ അവർ ഈ രക്ഷാദൗത്യം വീണ്ടും ആ ഒരു ലോറിക്ക് അടുത്തേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്നുണ്ടാവുമോ എന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. ഇന്നേതായാലും മാധ്യമങ്ങളെ ഉൾപ്പെടെ അങ്ങോട്ടേക്ക് അനുവദിച്ചിട്ടുണ്ട്. അതായത് ഈ രക്ഷാദൗത്യം നേരിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നതിനും അത് തത്സമയം സംപ്രേഷണം ചെയ്യുന്നതിനൊക്കെ മാധ്യമങ്ങളെ ഉൾപ്പെടെ ഈ രക്ഷാദൗത്യം നടത്തുന്ന ഭാഗത്തേക്ക് കടക്കാൻ അനുവദിക്കുമെന്നുള്ളതാണ് ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. അതേതായാലും ഇന്നത്തെ ഒരു രക്ഷാദൗത്യത്തിൽ വലിയ രീതിയിൽ ഉറ്റുനോക്കുകയാണ്. കാലാവസ്ഥ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നൊരു പ്രതികൂല കാലാവസ്ഥയായിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം രാവിലെ തന്നെ നല്ല രീതിയിൽ മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ ശക്തമായ മഴ അനുഭവപ്പെട്ടിരുന്നു. ഇന്നലെ പക്ഷേ ഈ പകൽ സമയങ്ങളിൽ താരതമ്യേന മഴ കുറവായിരുന്നു എന്ന് മാത്രമല്ല നല്ല അനുകൂല കാലാവസ്ഥയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്ന് പക്ഷേ അങ്ങനെയല്ല, കാലാവസ്ഥ ഒന്ന് മാറിയിട്ടുണ്ട്. നല്ല രീതിയിൽ മൂടിക്കെട്ടി മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അത് ഏതായാലും രക്ഷാദൗത്യത്തെ പ്രതികൂലമായി ബാധിക്കുമെങ്കിലും ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് തങ്ങൾക്ക് അത്തരം പ്രതികൂല കാലാവസ്ഥയിലൊക്കെ ഈ രക്ഷാദൗത്യം നടത്തി പരിചയമുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഈശ്വർ മൽപ്പെ പറയുന്നത് തങ്ങൾ ഇതിനു മുൻപ് 100ഓളം ഓപ്പറേഷനുകൾ നടത്തിയിട്ടുണ്ട്. അവിടെ പല പുഴയിലും മറ്റുമൊക്കെ ഇറങ്ങി ഈ ആളുകളെ ജീവനോടെയും അല്ലാതെയൊക്കെ പുറത്തെത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. ആ അനുഭവ സമ്പത്തിൽ തന്നെയാണ് ഇന്ന് വലിയ വിശ്വാസം അർപ്പിക്കുന്നത്. മാത്രമല്ല നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഫ്ലോട്ടിംഗ് പോണ്ടൂണുകൾ കഴിഞ്ഞ ദിവസം തന്നെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. പക്ഷേ അത് എയർപോർട്ടിലെത്തിയെങ്കിലും അതിൻ്റെ സാങ്കേതിക വിദഗ്ധർ ലഭിക്കാത്തതിനാൽ അത് പിന്നീട് കൊണ്ടുവരാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. രാജസ്ഥാനിൽ നിന്നുള്ള ടെക്നീഷ്യന്മാർ ഇന്ന് എത്തിയിട്ടുണ്ട്. അവർ ആ ഒരു ബോണ്ടിംഗ് പ്ലോട്ടൂണുകളും കൊണ്ടുവരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിലപ്പോൾ അതായത് ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ഇന്നും ഈ പുഴയിലേക്ക് ഇറങ്ങാൻ ഈ ഒഴുക്കുമൂലം സാധിക്കാത്ത മറ്റു സാഹചര്യം ഉണ്ടെങ്കിലായിരിക്കും അതിനെയൊക്കെ ഉപയോഗപ്പെടുത്തുക. അല്ല ഇന്നലെ പോലെ തന്നെ അവർ ഈ ഒരു അവരുടെ മത്സ്യബന്ധന ബോട്ടുകളൊക്കെ ഉപയോഗിച്ച് അതിൽ ആങ്കറുകൾ ഘടിപ്പിച്ചുകൊണ്ട് പുഴയിലേക്ക് ഇന്നലെ ഏത് തരത്തിലാണോ ഇറങ്ങിയത് അതേപോലെ ഇന്നും ഇറങ്ങാൻ അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ പ്ലോട്ടൂണുകളുടെ ഒന്നും ആവശ്യം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഏതായാലും ഈ മത്സ്യത്തൊഴിലാളികളുടെ രക്ഷാദൗത്യം അതിൽ തന്നെയാണ് ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിൽ തന്നെയാണ് വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത്.
അരുൺ, അതോടൊപ്പം തന്നെ ഇന്നലെ ചേർന്ന അവലോകന യോഗത്തിൽ കളക്ടർ ലക്ഷ്മിപ്രിയ അടക്കം പറഞ്ഞിരുന്നു ചങ്ങാടങ്ങൾ എത്തിക്കാൻ സാധിക്കില്ല എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. എന്നാൽ കേരളത്തിൽ നിന്ന് എത്തിയ മന്ത്രിമാർ അതിനെതിരെ കടുത്ത ഭാഷയിൽ തന്നെ പറഞ്ഞിരുന്നു അത്തരത്തിലുള്ള ചങ്ങാടങ്ങൾ ഉടൻ തന്നെ എത്തിക്കേണ്ട സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അത് രക്ഷാപ്രവർത്തനത്തിന് അനിവാര്യമാണ് എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ഇത്തരത്തിലൊരു തർക്കം പോലും അവിടെ ഉണ്ടാകുന്നൊരു സാഹചര്യം. ഇപ്പോൾ അതിലെന്താണ് തീരുമാനമെടുത്തിരിക്കുന്നത്? ദേവിക, നിലവിൽ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു മത്സ്യത്തൊഴിലാളികൾക്കും അതുപോലെ തന്നെ നേവി ഉദ്യോഗസ്ഥർക്കൊന്നും നേരത്തെ ഈ കുത്തൊഴുക്കിൽ അവിടേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു സ്ഥിതി വന്നപ്പോഴാണ് ഇത്തരത്തിൽ ആ ഭാഗത്തേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് വേണ്ടി ചങ്ങാടങ്ങളും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ സാധ്യതകളെക്കുറിച്ച് അപ്പോഴൊക്കെ പരിശോധിച്ചിരുന്നത്. പക്ഷെ നിലവിലേതായാലും ഈ പുഴയിലേക്ക് ഇറങ്ങാൻ അവർക്ക് വിജയകരമായി തന്നെ കഴിഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ മത്സ്യബന്ധന ബോട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ട് അതിൽ ആങ്കറുകൾ ഘടിപ്പിച്ചുകൊണ്ട് ഇറങ്ങാൻ കഴിയുന്ന ഒരു സ്ഥിതിയുണ്ട്. ആ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ചങ്ങാടങ്ങളുടെ മറ്റു ആവശ്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ അത് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കിന്ന് കളക്ടറോട് തന്നെ നേരിട്ട് ചോദിച്ച് അറിയേണ്ടിയിരിക്കുന്നു. നിലവിലേതായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ നടത്തിയ അതേ സമാന രീതിയിൽ ഈ മത്സ്യബന്ധന ബോട്ടുകൾ ഉപയോഗിച്ച് അതിൽ ആങ്കറുകൾ ഘടിപ്പിച്ചുകൊണ്ട് ഈ മത്സ്യത്തൊഴിലാളികൾ പുഴയിലേക്ക് ഇറങ്ങിയുള്ള തിരച്ചിലായിരിക്കും നടത്തുക. പ്രധാനമായി ഇന്നലെ 2 ഭാഗങ്ങളിലാണ് നടത്തിയത്, പോയിന്റ് 4-ലും പോയിന്റ് 3-ലും. അതിൽ പോയിന്റ് 4-ലാണ് ശക്തമായ ലോഹ സാന്നിധ്യമുണ്ട് എന്നുള്ളത് ഈ ഡ്രോൺ പരിശോധനയിലാണെങ്കിലും അതല്ലെങ്കിൽ റഡാർ പരിശോധനയിലും സോണാർ പരിശോധനയിലും ഒക്കെ തെളിഞ്ഞത് ഈ ഒരു പോയിന്റ് 4-ൽ ശക്തമായ ലോഹ സാന്നിധ്യമുണ്ട് എന്നുള്ളതായിരുന്നു. പക്ഷേ അവിടെ ലോഹ സാന്നിധ്യമുണ്ട് എന്ന് പറയുമ്പോഴും അതിൻ്റെ ഈ പുഴയിൽ മുങ്ങിയ സമയത്ത് അവർക്ക് അതിനടുത്തേക്ക് എത്താൻ പോലും കഴിയാത്ത തരത്തിൽ ചെളിയും മണ്ണും അതുപോലെ മരങ്ങളും ഒക്കെ അതിന് മുകളിൽ അടിഞ്ഞു കൂടി നിൽക്കുന്ന ഒരു അരുൺ, എന്തായാലും തുടരുക. നമുക്ക് പ്രതീക്ഷയോടുകൂടി ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം. പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കൊപ്പം നമുക്കും കാത്തിരിക്കാം. പല പ്രേക്ഷകരും പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നല്ല ഉറപ്പുള്ള വിവരങ്ങൾ മാത്രം പറയുക, നമ്മൾ വിദഗ്ധർ ചമയാതിരിക്കുക, നമ്മൾ അവിടെ കരയിലുണ്ട് വെള്ളത്തിലുണ്ട് എന്നുള്ള തരത്തിലേക്ക് പോകാതിരിക്കുക. നമ്മൾ അറിയുന്ന വിവരങ്ങൾ അത് പറയാൻ യോഗ്യതയുള്ളവർ, അർഹതയുള്ളവർ പറയുന്ന ഔദ്യോഗിക വിവരം മാത്രം നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. അവിടെ നടക്കുന്നത് ഒരു മത്സരം അല്ല. അർജുൻ്റേതടക്കം 3 ജീവൻ രക്ഷിക്കാനുള്ള ഒരു ദൗത്യമാണ്, യജ്ഞമാണ്.